അതേസമയം മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിലും സ്വർണ്ണ ഉരുപ്പിടികൾ കാണാനില്ല എന്ന് പരാതി. കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച 20 പവനാണ് നഷ്ടമായത്. വർഷങ്ങൾക്ക് മുമ്പ് ആഭരണങ്ങൾ സൂക്ഷിക്കുന്നതിന് ചുമതലയുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദനാണ് സംശയനിഴലിൽ ഉള്ളത്. ആഴ്ചക്കോട്ട വേട്ട ക്ഷേത്രത്തിൽ 2023 ഡിസംബറിൽ സ്ഥലം മാറിപ്പോയ വിനോദൻ ഓഫീസറായിരുന്നു. വിനോദൻ ഓഫീസറുടെ പീരീഡ് കഴിഞ്ഞ് പിന്നെ വന്നത് കാസർഗോഡിലെ സജീവൻ സാറാണ്. ഇതിൻ്റെ സ്വർണ്ണാഭരണങ്ങളൊന്നും കൈമാറിയിട്ടില്ല വിനോദ സാർ ഇതുവരെ. അമ്പലങ്ങളിൽ ഇങ്ങനെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതായിട്ട് ഓഫീസറെ ശ്രദ്ധയിൽപ്പെട്ട് ലോക്കറിന് ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ ഓഫീസിലെ ലോക്കർ തുറന്ന് ഒക്കെ എടുക്കുകയും ആ നമ്പർ ക്രമേണ എടുത്ത് ഓരോന്നും പരിശോധിച്ച് വരുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ 2, 3, 4 ഈ നമ്പറിലുള്ള ആഭരണം കാണുന്നില്ല. MS അനീഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ഈ വിനോദൻ ആണ് ഈ സ്വർണം തിരിച്ചു നൽകാത്തത് എന്ന പ്രതികരണമാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് വിനോദൻ അംഗീകരിക്കുന്നുണ്ടോ? ഈ സ്വർണം അങ്ങനെയെങ്കിൽ തിരികെ ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അഭിലാഷ, 2016 ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായി വിനോദൻ ചുമതലയേറ്റത്. 7 വർഷത്തെ സേവനത്തിന് ശേഷം ഇയാൾ പിന്നീട് കൊയിലാണ്ടി പിഷാരിക്കാവിലേക്ക് സ്ഥലം മാറി. അപ്പോൾ പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസർ എത്തിയപ്പോഴും ഈ സ്വർണത്തിന്റെയും വെള്ളി ഉരുപ്പള്ളികളുടെയും മറ്റുമൊക്കെ കണക്കുകൾ നൽകിയില്ല. നിരന്തരം ഈ കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇതിനുശേഷം മറ്റൊരു എക്സിക്യൂട്ടീവ് ഓഫീസറും സ്ഥാനത്ത് എത്തുകയും അദ്ദേഹവും നിരന്തരം ഈ കണക്കുകളും സ്വർണവും ഒത്തുനോക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിനും കണക്കുകൾ നൽകിയില്ല. പിന്നീടാണ് 6 മാസം ചുമതലയുള്ള മറ്റൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ എത്തിയപ്പോൾ അദ്ദേഹവും നിരന്തരം ഇത് ആവശ്യപ്പെട്ട് നൽകാത്ത ഒരു സാഹചര്യമുണ്ട്. പിന്നീടാണ് നിലവിൽ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥലത്തെത്തുകയും ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. പലവട്ടം ഇത് സംബന്ധിച്ച രേഖകൾ ഒത്തുനോക്കി രജിസ്റ്ററിലുള്ള സ്വർണ്ണാഭരണങ്ങളും രേഖകളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായി അറിയിക്കണം. അല്ലെങ്കിൽ രേഖകളിൽ ഉണ്ടായിട്ടും സ്ഥലത്ത് ഫിസിക്കലായി ഇല്ലാത്ത സ്വർണം അല്ലെങ്കിൽ മറ്റ് വെള്ളി ആഭരണങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് പിന്നീട് ദേവസ്വം ബോർഡ് വിഷയത്തിൽ ഇടപെടുകയും കഴിഞ്ഞ സെപ്റ്റംബർ 18 ആരോപണ വിധേയനായ ഈ വിനോദൻ എന്ന പഴയ എക്സിക്യൂട്ടീവ് ഓഫീസറെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തി ഈ വെരിഫിക്കേഷൻ ഓഫീസറുടെ സാന്നിധ്യത്തിൽ സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും മറ്റുമൊക്കെ പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് രജിസ്റ്ററിലുള്ള സ്വർണവും ഈ ക്ഷേത്രത്തിന്റെ ലോക്കറിൽ ഉള്ള സ്വർണവും തമ്മിൽ വലിയ അന്തരം പ്രകടമായത്. ഇതേ തുടർന്ന് ഒക്ടോബർ 3 തന്നെ കുറവുള്ള സ്വർണ്ണാഭരണങ്ങൾ ക്ഷേത്രത്തിൽ എത്തിക്കണമെന്ന നിർദ്ദേശം വിനോദിന് നൽകിയിരുന്നു. എന്നാൽ പറഞ്ഞ ദിവസം ഈ സ്വർണ്ണാഭരണം എത്തിക്കാൻ വിനോദിന് കഴിഞ്ഞിട്ടില്ല. അന്ന് മറ്റൊരു ദിവസം, അതായത് 8-ാം തീയതി, നാളെ എന്ന തീയതി വീണ്ടും മാറ്റി നൽകുകയായിരുന്നു. നാളെ ഈ ക്ഷേത്രത്തിൽ സ്വർണം എത്തിക്കാമെന്നാണ് വിനോദൻ നിലവിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ എന്താണ് ഇനി സംഭവിക്കുക എന്നത് നാളെ മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. എന്തായാലും പൂർണ്ണമായും ഈ രജിസ്റ്ററിലുള്ള സ്വർണവും ഈ ലോക്കറിലുള്ള സ്വർണവും തമ്മിലുള്ള അന്തരത്തിൽ ഉത്തരവാദിത്വം വിനോദനാണ് എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. ഈ കോട്ട ക്ഷേത്രത്തിൽ 2 തരത്തിലുള്ള സ്വർണ്ണമാണ് ഉള്ളത്. ഒന്ന് ദേവിക്ക് ചാർത്തുന്ന ആഭരണങ്ങളും മറ്റൊന്ന് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി ഭക്തർ നൽകുന്ന ആഭരണങ്ങളുമാണ്. ഇതിൽ ദേവിക്ക് ദൈനംദിന പൂജകൾക്ക് അല്ലെങ്കിൽ ആഘോഷ വേളകളിലൊക്കെ ചാർത്തുന്ന സ്വർണ്ണാഭരണം ക്ഷേത്രത്തിനുള്ളിലെ ലോക്കറിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഈ ദക്ഷിണയായും കാണിക്കയും ഒക്കെ ലഭിക്കുന്ന സ്വർണ്ണമാണ് പുറത്തെ ലോക്കറിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ തിരിമറി നടന്നുവെന്നാണ് ഭക്തർ ആരോപിക്കുന്നത്. നാളെ ഈ സ്വർണം തിരിച്ചു കിട്ടുമോ എന്നതാണ് ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിനാവും നാളെ ക്ഷേത്രം സാക്ഷ്യം വഹിക്കുക. അതാണ് നാളെ ഈ സ്വർണം തിരികെ കിട്ടുന്നില്ല